എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ക്ലാസ് എടുക്കുകയല്ല ഉദ്ദേശം, മറിച്ച് റിവിഷൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കലാണ്. അപ്പോൾ അതിൽ നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് വൻകര വിസ്ഥാപന സിദ്ധാന്തം അറിയില്ലേ, അതായത് ഈ പറഞ്ഞ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി. അപ്പോൾ കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം, എത്രമാത്രം സമയം അത് റിവൈസ് ചെയ്യാൻ വേണ്ടി വരുന്നു നമുക്ക് നോക്കാം. അപ്പോൾ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് പറയുന്നത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയാണ്, ടെക്ടോണിക്സ് തിയറിയാണത്. അത് കഴിഞ്ഞിട്ട് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് പറയുന്നത് മുന്നോട്ട് വെച്ചത് ആൻറ്റോണിയോ സ്നിദർ പെലിഗ്രിനി ആണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വെഗനർ, ജർമ്മനിയിലാണ്. ആൽഫ്രഡ് വെഗനർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വെഗനറാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം വെഗനർ ആദ്യമായി അവതരിപ്പിച്ച 1912 ഫ്രാങ്ക്ഫർട്ട് ഭൂവിജ്ഞാന സംഘടനയുടെ യോഗത്തിലാണ്. വെഗനറുടെ സിദ്ധാന്തം അനുസരിച്ച് ലോകത്തിൽ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡം, ഏറ്റവും വലിയ ഭൂഖണ്ഡം പാൻജിയയാണ്. അതുപോലെ മാതൃഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത് പാൻജിയാണ്. പാൻജിയെ ചുറ്റി ഉണ്ടാക്കിയിരുന്ന മഹാസമുദ്രം എന്ന് പറയുന്നത് പാന്തലസയാണ്. പാൻജിയെ രണ്ടായി വിഭജിച്ചിരുന്ന സമുദ്രം എന്ന് പറയുന്നത് സീ എന്ന് പറയുന്നത് ടെത്തിസിയാണ്, ടെത്തിസി. പാൻജിയെ വേർപെട്ടുണ്ടായ ഭൂഖണ്ഡങ്ങൾ ലോറേഷ്യ നോർത്തിലും ഗോണ്ട്വാന തെക്ക് ഭാഗത്ത് സൗത്തിലുമാണ്. ഗോണ്ട്വാന ലാൻഡിൻ്റെ ആ പേര് നൽകിയത് എഡ്വേർഡ് സൂവസ് ആണ്. ഗോണ്ട്വാന ലാൻഡ് പൊട്ടിപ്പിളർന്നുണ്ടായ ഭൂഖണ്ഡങ്ങൾ സൗത്ത് ഭാഗത്തുള്ള ഭൂഖണ്ഡങ്ങളാണ്. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ഏഷ്യ. ലോറേഷ്യ പൊട്ടിപ്പിളർന്നുണ്ടായ ഭൂഖണ്ഡങ്ങൾ വടക്കേ അമേരിക്ക, യൂറേഷ്യയാണ്. യൂറോപ്പ് ഏഷ്യക്കുള്ള യൂറേഷ്യ. ഇത്രയും. അതുകൂടാതെ ശാസ്ത്രലോകം കണ്ടെത്തിയ ലോകത്തെ 8ാമത്തെ ഭൂഖണ്ഡം എന്ന് പറയുന്നത് സീലാൻഡിയാണ്. നോക്കൂ, ഇത്രയധികം ഫാക്ട്സ് ഈ പറയുന്ന ഒരു പേജിൽ ഒരു ചെറിയ പോർഷനിലുണ്ട്. അപ്പോൾ ഒരു തവണ വായിക്കുമ്പോൾ നമുക്ക് ഇത്രയും പേരുകൾ ചിലപ്പോൾ ഓർത്തു വെക്കാൻ പറ്റില്ല. ടെത്തിസി, പാൻജിയ, പാന്തലിസ, ഗോണ്ട്വാന, ലൗറേഷ്യ, അങ്ങനെയുള്ള ഇപ്പോൾ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി, അങ്ങനെയുള്ള തിയറീസ് നമ്മൾ ചിലപ്പോൾ ഓർത്തു വെക്കാൻ പറ്റില്ല. എത്ര തവണ വായിക്കുന്നുള്ളത് ഓരോരാളുടെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. പക്ഷേ ഒരു തവണ വായിച്ചാൽ എന്തായാലും കാര്യങ്ങൾ നടപടിയാവില്ല. അപ്പോൾ 1000 പേജുള്ള ഒരു ഗൈഡ്, ഇപ്പോൾ 1000 പേജിലുള്ള ഒരു ഗൈഡ് നമ്മൾ വായിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് നോക്കിയാണ് വായിക്കുന്നത്. അതുപോലെ നമ്മുടെ സിലബസ് നോക്കിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ 1000 പേജുള്ള ഈ ഗൈഡ് പോലത്തെ ഏത് പുസ്തകമായാലും, ഇപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് ആയാലും മറ്റെന്തായാലും ശരി, എണ്ണം കൂടുമ്പോൾ നമുക്ക് പൊതുവെ വായിച്ചു പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പോലും ചിലപ്പോൾ എക്സാം ഹാളിൽ റീകളക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ പോർഷൻ ടാർഗറ്റ് ചെയ്യുക, നല്ലവണ്ണം റിവൈസ് ചെയ്യുക. അപ്പോൾ എത്ര തവണ റിവൈസ് ചെയ്യണം? ഇപ്പോൾ ഈ ഒരു കുഞ്ഞു പോർഷൻ പറഞ്ഞതിൻ്റെ കാരണം ഒരു 10 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇത് ഓർത്ത് വെക്കണമെങ്കിൽ എത്ര തവണ വായിക്കേണ്ടി വരും അല്ലെങ്കിൽ പഠിക്കേണ്ടി വരും? ഒരു പ്രാവശ്യം നന്നായി പഠിക്കും, ഒരു 5 തവണയെങ്കിലും റിവൈസ് ചെയ്യും വേണ്ടേ? മിനിമം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് തോന്നുന്നത്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ഇത്രയും പറഞ്ഞത് റിവിഷൻ്റെ ഇമ്പോർട്ടൻസിനാണ്. എന്നാൽ മാത്രമേ എക്സാം ഹാളിൽ നിന്ന് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ.